പിതൃമോക്ഷ പുണ്യം തേടി ഇന്ന് കർക്കടക വാവുബലി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ നിരവധി പേരാണ് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയത്. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം, ശംഖുമുഖം കടപ്പുറം തുടങ്ങിയ പ്രധാന ഇടങ്ങളിൽ പുലർച്ചെ 2:30-ഓടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പീഠത്തിലേക്ക് സമർപ്പിക്കുക. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിനനുബന്ധമായുള്ള പാപനാശം തീരത്ത് നിരവധി പേർ ബലിതർപ്പണം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ബലിതർപ്പണത്തിനായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. പാപനാശത്ത് 100 കണക്കിന് ബലിതർപ്പണ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരുന്നത്. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും നേവിയുടെ ബോട്ടും തീരത്തോടടുത്ത് സജ്ജമാക്കിയിരുന്നു. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ തന്നെ ആരംഭിച്ചു. മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ 5-ന് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. ക്ഷേത്ര ദർശനത്തിന് ഒരേ സമയം 500 പേർക്ക് വരി നിൽക്കാവുന്ന പന്തലാണ് ഒരുക്കിയിരുന്നത്. വാവുബലി തർപ്പണത്തോടനുബന്ധിച്ച് അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കുണ്ടായി. തിരക്ക് നിയന്ത്രിക്കാനും ഗതാഗത നിയന്ത്രണത്തിനുമായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസിനെ നിയോഗിച്ചിരുന്നു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിലും വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പേരാണ് തിരുനാവായയിൽ ബലിതർപ്പണത്തിനായി എത്തിയത്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തർ 7 തലമുറകൾക്ക് ബലിയിട്ട് പിതൃക്കളുടെ മോക്ഷത്തിനായി പ്രാർത്ഥിച്ചു. പുലർച്ചെ 3 മുതൽ പാപനാശിനിക്കരയിൽ തുടങ്ങിയ ബലിതർപ്പണം ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടു. തിരക്ക് കുറയ്ക്കാനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. KSRTCയുടെ ബസ്സുകൾ പ്രത്യേക സർവീസും നടത്തി. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബാവലി പുഴയോരത്ത് രാവിലെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഉളിക്കൽ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രം, തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളാപ്പ് സുന്ദര ക്ഷേത്രം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ച് എന്നിവിടങ്ങളിൽ അതിരാവിലെ മുതൽ തന്നെ നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.